തമിഴ്നാട്ടിൽ മഴ തുടരുന്നു. ചെന്നൈ പുരസവാക്കത്തെ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് പുരസവാക്കത്ത് നിന്ന്. മനേഷ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. കാര്യമായ പരിക്കുണ്ടോ ആളുകൾക്ക്? ഇപ്പോഴും ഈ ഡിറ്റോയുടെ കെടുതികൾ തമിഴ്നാട്ടിൽ തുടരുകയാണല്ലോ. ഗൂഗിൾ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇതൊരു 3 നില ബിൽഡിംഗ് ആണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇടിഞ്ഞു വീണത്. 3 പേരിൽ പരിക്കേറ്റവർ ബിസ്മി, ഷെറീന ബാനു, അതുപോലെ തന്നെ ഭാഷ എന്നിവർക്കാണ് പരിക്കേറ്റുള്ളത്. ഇവർക്ക് ഇവിടെ കിൽപോക്കലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കാര്യമായി തന്നെ ചെന്നൈയിലും അതുപോലെ തന്നെ തിരുവള്ളൂരും ഒക്കെ പെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണ് ഇന്നലെ ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത്. 3 പേർക്ക് മാത്രമാണ് പരിക്കുള്ളത്. അവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. മഴയുടെ അലർട്ടിലേക്ക് വന്നാൽ ഇന്നിപ്പോൾ ചെന്നൈയിലും അതുപോലെ തന്നെ ചെങ്കൽപ്പെട്ടിലും മറ്റിടങ്ങളിലും ഒന്നും തന്നെ കാര്യമായുള്ള മഴ മുന്നറിയിപ്പില്ല. ഇന്നിപ്പോൾ ഈറോഡും അതുപോലെ കോയമ്പത്തൂരും നീലഗിരി ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. ആ ഭാഗങ്ങളിലേക്കാണ് മഴ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ചെങ്കൽപ്പെട്ട് ജില്ലയിലെ സ്കൂളുകൾക്കും ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു മാറ്റം മഴയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ മഴ തുടരും എന്നുള്ളതാണ്. കാരണം ന്യൂനമർദ്ദം അതേ നിലയിൽ തന്നെ അവിടെ നിലനിൽക്കുകയാണ്. അതായത് ചെന്നൈ തീരത്തുനിന്നും, അതായത് ഏകദേശം വടക്കൻ തീരത്തുനിന്നും ശരാശരി ഒരു 25 കിലോമീറ്ററാണ് ഈ ന്യൂനമർദ്ദത്തിന്റെ മധ്യഭാഗത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ സമാനമായ രീതിയിലൂടെ തുടരുന്നതുകൊണ്ട് തന്നെ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഗൂഗിൾ. ശരി, ചെന്നൈയിൽ ഏതായാലും തമിഴ്നാട്ടിലാകെ ഡിറ്റോയുടെ പ്രഭാവം ഇപ്പോഴും തുടരുകയാണ്. മഴ ഈ നിലയിൽ തന്നെ തുടരും. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. പുരസവാക്കത്താണ് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.